അവിടെ പിള്ളേർ ഞങ്ങൾ കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോൾ ആന മുറ്റത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഉച്ച സമയത്ത് അല്ല, പകല് രാത്രി 8 മണി. ഇപ്പം 8 ആവണ്ട, 7 മണിക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ആന വരുന്ന സമയം എങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്താണ് അന്നേരം എങ്ങനെയെങ്കിലും അപ്പം അതൊക്കെ കയറി ഒച്ച ഇല്ലാണ്ടാക്കും, ഒച്ചപ്പാടില്ലാണ്ട് അവിടെ നിൽക്കും. അങ്ങനെ നിങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാണോ അതോ കൂടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? ചെക്കനെ വിളിക്കും രാത്രിയാകുമ്പോൾ. എത്ര മക്കളുണ്ട്? ആർലഫാം ബ്ലോക്ക് 9 കാളികയത്തെ താമസക്കാരായ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിനും ജീവനും അടിച്ചുറപ്പില്ലാതായിട്ട് കാലം ഏറെയായി. കൈമൻ, ജാനു എന്നീ ദമ്പതികളാണ് കാട്ടാനകളോടും ദുരിത സാഹചര്യങ്ങളോടും കാടിനുള്ളിൽ മല്ലടിക്കുന്നത്. രാത്രി പതിവായി ആനകളെത്തുന്ന സ്ഥലത്തെ വീടിന് അടിച്ചുറപ്പുള്ള ഒരു വാതിൽ പോലുമില്ല. ഇവരുടെ മൂത്ത മകൻ കേളകം നാനാനിപ്പൊയിലാണ് താമസം. പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ ദമ്പതികൾ മാത്രമായി വീട്ടിൽ. മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീണു തുടങ്ങി. ഒട്ടും സുരക്ഷിതമല്ലാത്ത വീടിന് പകുതിയിലധികം മേൽക്കൂരയുമില്ല. അപസ്മാര രോഗിയായ കൈമനെ മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. ജാനുവിന് കാഴ്ചക്കുറവുമുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ആനകളെ പേടിച്ച് ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോലും വരാറില്ല. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. പട്ടയം സംബന്ധമായ കാര്യങ്ങളിലും ഇവർ ചില പരാതികൾ പങ്കുവയ്ക്കുന്നു. ഇവിടുത്തെ വീടെന്ന് വെച്ചാൽ ഒരു വീടൊന്ന് വേഗം ശരിയായി കിട്ടി. ഈ കിണറിൻ്റെ ആൾമറ കിട്ടില്ല. കിണറെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേന് വെള്ളം പറ്റിപ്പോകും. അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടെല്ലാം പുഴയിൽ നിന്നാണ് നമ്മൾ വെള്ളമെല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ പണിയും കാര്യങ്ങളില്ല. ഇച്ചിരി റേഷൻ അരി കിട്ടുന്നുണ്ട്, അതും വെച്ചിട്ട് ഇച്ചിരി കഞ്ഞി, ഉപ്പുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് കുടിക്കും. മുളക് വരെ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ കഞ്ഞി കുടിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീടെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ആന വന്നപ്പോഴത്തേനെല്ലാം പൊളിച്ചിട്ടേക്കുമായിരുന്നു. ഷെഡെല്ലാം കമ്പിയെല്ലാം പോയ കൊണ്ട് മൊത്തം പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ കവുങ്ങിൻ്റെ കഷ്ണങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്ര ആക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ മുറ്റത്ത് കൂടെ 4 ആന നിരന്നു പോയത്. അന്നേരം ഈ അച്ഛന് പെട്ടെന്ന് ഓടി അകത്തോട്ട് പോകാൻ, അച്ഛനും അമസ്മാരത്തിൻ്റെ അസുഖമായിക്കൊണ്ട് അതിനൊന്നും പറ്റില്ല. അമ്മയ്ക്കാണെങ്കിൽ കണ്ണു കാണില്ല. സംഭവത്തിൽ വാർഡ് മെമ്പർ പ്രൈം വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് ഇങ്ങനെ: ജാനു കൈമൻ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ആ ശോചനീയാവസ്ഥ വന്നത് പുതിയ വീട് ആ പട്ടയം തിരുത്തി കൊടുത്തുകൊണ്ട് അവരുടെ പേരിലേക്ക് ആ പട്ടയം മാറ്റുന്നതോടുകൂടി അവർക്ക് വീട് വെക്കാനുള്ള എല്ലാ സംവിധാനവും വകുപ്പ് തലത്തിലുണ്ടാകും. പട്ടികവർഗ വികസന വകുപ്പ് അവർക്ക് 6 ലക്ഷം രൂപയുടെ വീട് അനുവദിച്ചു കൊടുത്ത് പണി പൂർത്തിയാക്കുന്നതാണ്. തങ്കാപുഞ്ചയിൽ എന്നവർക്ക് അനുവദിച്ച ഫ്ലോട്ടിലാണ് അവരിപ്പോൾ കയ്യേറ്റമായിട്ട് താമസിക്കുന്നത്. തങ്കാപുഞ്ചയിൽ മരണപ്പെട്ടു. അപ്പോൾ അവരുടെ മകൾ ധന്യ അജിത്താണ് ജാനു കൈമൻ ഉള്ളവരുടെ ഫ്ലോട്ടിൽ താമസിക്കുന്നത്. ഫ്ലോട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറിപ്പോയിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കാലതാമസം വന്നത്. കാരണം മരണവുമായി ബന്ധപ്പെട്ട് ഇനി മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അത് എത്രയും പെട്ടെന്ന് തന്നെ വകുപ്പ് തലത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ചേഞ്ച് ചെയ്ത് കൊടുത്ത് അവരുടെ ആ പ്രശ്നം പരിഹരിക്കുന്നതാണ്.